അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈബൺസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. ഇന്ന് ഞാൻ നല്ല സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അവിൽ ഉപ്പുമാവാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ്ങിൽ ചായൻ്റെ കൂടെയോ കഴിക്കാം. ഉണ്ടാക്കാനും ഈസിയാണ്, തിന്നാനും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ അവിലെന്ന് പറയുന്നത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ടേസ്റ്റ് എടുത്ത് പറയാനില്ലാത്ത ഒന്നാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുമ്പം കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അതായത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടോ ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടോ ഒക്കെ ഇങ്ങനെ ഉപ്പുമാവ് അവിലിനെ കൊണ്ട് ഉണ്ടാക്കുമ്പം അത് കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പം ഞാൻ ഈ ഉപ്പുമാവിലേക്ക് ഫ്രൈ ചെയ്തിട്ട് ചിക്കനാണ് ഇട്ടത്. ഇതിന് പകരം നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീനായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം നമുക്കിത് ഉണ്ടാക്കുന്നതൊന്ന് നോക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ 2 കപ്പോളം അവിലെടുത്തിട്ടുണ്ട്. ഇത് ബ്രൗൺ അവിലാണ്. വൈറ്റ് അവിലിനെക്കാട്ടിലും നല്ലത് ബ്രൗൺ ആയിരിക്കും. ഇനി വൈറ്റ് അവിലുള്ളവർ അതെടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണ്ടുന്നത് ഒരു അരമുറിയോളം സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, കുറച്ച് ക്യാരറ്റ്, അതുപോലെ 2 കളർ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില, പിന്നെ ലാസ്റ്റ് നമ്മളിതിലേക്ക് പിഴിഞ്ഞെടുക്കാനായിട്ട് ഒരു അരമുറിയോളം ചെറുനാരങ്ങയും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനിപ്പം ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. ഉപ്പും മുളകും മഞ്ഞളും ഇട്ടിട്ട് ചെറിയ ചെറിയ പീസാക്കിയ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത ആ സെയിം ഓയിലിൽ തന്നെ കുറച്ച് കപ്പലണ്ടി, കുറച്ച് നിലക്കടലയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ മുളപ്പിച്ച ചെറുപയറാണ്. 2 ദിവസം മുമ്പ് മുളപ്പിക്കാനായിട്ട് വെച്ചത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ കുറച്ചെടുത്തതാണ്, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിൽ നന്നായിട്ടൊന്ന് വെള്ളത്തിലിട്ട് കഴുകിയിട്ട് വെള്ളം ഊറാനായിട്ട് അരിപ്പയിൽ അങ്ങ് ഇട്ട് വെക്കണം. ഇപ്പോൾ ഇതിപ്പം ബ്രൗൺ അവിലായതുകൊണ്ട് വെള്ളത്തിലിട്ടാലും അങ്ങനെ കുതിർന്ന പോലെ ആയിപ്പോവില്ല. വൈറ്റ് അവിലാകുമ്പം പെട്ടെന്ന് കുതിർന്ന പോലെ ആയിപ്പോവും. അങ്ങനെ അവിൽ കഴുകി നന്നായി പിഴിഞ്ഞിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇടുന്നുണ്ട്. അവിൽ കഴുകുമ്പം കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് കഴുകിയാൽ അവിലൊരു ഉപ്പ് പിടിക്കുമല്ലോ. അപ്പോൾ ഇനിയിപ്പം ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വരുമ്പം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഗീയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കുറച്ച് എണ്ണയിലിട്ട് മാളി വരുമ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് കുറച്ച് അധികം നെയ്യിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇപ്പം ഓയിലും നെയ്യും നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പം 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം മാത്രം ബാക്കിയുള്ള ഓരോന്നും അങ്ങ് ഇട്ട് കൊടുക്കാം. അങ്ങനെ കടുക് ഇപ്പം നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു വറ്റൽമുളക് അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മീഡിയം സൈസിലുള്ള സവാള അരമുറിയോളം കട്ട് ചെയ്തിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതൊന്നങ്ങ് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കണം. അപ്പം നമ്മൾ ഇനി ഇട്ട് കൊടുക്കുന്നതൊന്നും ഒരുപാട് അങ്ങ് വഴന്ന് കുഴഞ്ഞ പോലെയൊന്നും ആവണ്ട. എല്ലാം നമുക്കൊരു ഹാഫ് ബോയിൽഡ് ആയിട്ട് ഇങ്ങനെ കടിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതായാൽ മതി. അപ്പം സവാള അത്യാവശ്യം ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. അതിലേക്ക് നമുക്കിനി ബാക്കിയുള്ള ഓരോന്നും ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ഇപ്പോൾ അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റും ക്യാപ്സിക്കവും മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കമൊന്നും നിർബന്ധമൊന്നുമില്ല, ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഉള്ളത് ഇട്ടതാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പോൾ ക്യാരറ്റിന് ചെറിയൊരു വേവ് ആവശ്യമാണ്, എന്നാലും ഓവറായിട്ട് അങ്ങ് കുക്കാവണ്ട. ജസ്റ്റ് ഒന്ന് മിക്സാക്കിയ ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഈ ക്യാരറ്റ് വേവാനായിട്ട് കണക്കായിട്ടൊന്നങ്ങ് വേവിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ അവിൽ കണ്ടോ വെള്ളത്തിലിട്ട് നന്നായി കഴുകിയെടുത്തിട്ട് ഇപ്പം വെള്ളമൊക്കെ നന്നായി വാർന്ന് വന്നിട്ടുണ്ട്. പൊടിഞ്ഞ പോലെയൊന്നും ആയിട്ടില്ല. ക്യാരറ്റൊക്കെ ആ എണ്ണയിൽ കിടന്നിട്ട് ഒന്നങ്ങ് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നിലക്കടലയും ചിക്കനും അതുപോലെ തന്നെ മുളപ്പിച്ച ചെറുപയറും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി തുടങ്ങുമ്പം ആദ്യമേ കുക്ക് ചെയ്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ചിക്കൻ ആയാലും ചെമ്മീനായാലും ഇതിൽ കിടന്ന് വേവാനും പൊരിയാനും ഒന്നും ആ ഒരു സമയം കൊടുക്കരുത്. അത് ആദ്യമേ അങ്ങ് വേവിച്ചെടുത്തിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പം ഞാനിപ്പോൾ എല്ലാം നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂണിനടുത്ത് ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കിയെടുക്കാം. പിന്നെ ഈ നിലക്കടലയൊക്കെ അവിലിൻ്റെ കൂടെ അങ്ങനെ കഴിക്കുമ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ആ ഒരു ക്രഞ്ചി ടേസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ ചിക്കൻ ഞാൻ അതുകൊണ്ട് തന്നെ ആ ഒരു നിലക്കടലൻ്റെ ആ ഒരു സൈസിൽ ചെറിയൊരു സൈസിലാണ് കട്ട് ചെയ്തിട്ട് പൊരിച്ചെടുത്തത്. അപ്പോൾ ഓരോ ബൈറ്റിലും നമുക്ക് കടിക്കാൻ കിട്ടുമല്ലോ. അങ്ങനെ ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ആ ഒരു എണ്ണയിൽ കടന്നിട്ടുള്ള നല്ല മണമൊക്കെ വരുന്നുണ്ട്. നിലക്കടലൻ്റെയും ചിക്കൻ്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് വെള്ളം ഊറ്റി വെച്ചിട്ടുള്ള അവിലങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കിയെടുക്കാം. ആ എല്ലാം കൂടെ ഒന്നങ്ങ് പിടിച്ച് വരാനായിട്ട് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി കൊടുക്കാം.
ഇതിലേക്ക് നമ്മളിപ്പം ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ, അപ്പം ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് സത്യം പറഞ്ഞാൽ ചേർക്കാൻ നേരത്തെ വിട്ടുപോയതാണ് ഈ സവാളയൊക്കെ വഴറ്റുന്ന സമയത്ത്. ആ സമയത്ത് തന്നെ ഉപ്പങ്ങ് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പം എല്ലാം കൂടെ ഒന്ന് പിടിക്കാനായിട്ട് ലോ ഫ്ലെയിമിലൊരു 1-2 മിനിറ്റ് അടച്ച് വെക്കാം. ആ ഒരു എന്താ പറയുക, ചിക്കൻ്റെ ഫ്ലേവറും അതുപോലെ എല്ലാം ഒന്ന് പിടിക്കാനായിട്ട്, അവിലിലേക്ക് എല്ലാം ഒന്ന് പിടിക്കാനായിട്ട് 1-2 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. എന്നിട്ട് മൂടി തുറന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി കൊടുക്കാം. ഇപ്പം കണ്ടോ, നമ്മുടെ അവിലൊന്നും അങ്ങനെ കുഴഞ്ഞ പോലെ ആയിട്ടില്ല, നല്ല വറുത്ത് കിട്ടിയ പോലെ തന്നെയുള്ള അവിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഉപ്പുമാവ് ഇപ്പം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില അങ്ങ് വിതറി കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അരമുറിയോളം നാരങ്ങ പിഴിഞ്ഞങ്ങ് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണമെന്നില്ല, കുഴഞ്ഞ പോലെയാവും. നമ്മളെന്തായാലും ആ ഒരു അവിൽ കഴുകിയെടുക്കുന്നുണ്ടല്ലോ, ആ ഒരു നനവ് തന്നെ ഇതിൽ ധാരാളമായിരിക്കും. അപ്പോൾ ഇനി ഇത് ഞാനൊരു ബൗളിലേക്ക് ചൂടോട് കൂടി തന്നെ അങ്ങ് സെർവ് ചെയ്യുകയാണ്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിൽ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്ക് ടിഫിനിലായാലും കൊടുക്കാൻ പറ്റിയൊരു സാധനമാണ്. അതുപോലെ തന്നെ അവർ ഈവനിങ്ങിൽ വിശന്ന് വരുന്ന കുട്ടികൾക്ക് കാണാനും ഒരു വെറൈറ്റി, തിന്നാനും നല്ല ടേസ്റ്റി. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. പിന്നെ ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് ചെമ്മീൻ വെച്ചിട്ട് ചെയ്യാം, ബീഫ് വെച്ചിട്ട് ചെയ്യാം. ഇനി അതൊന്നും ഇല്ലാണ്ട് വെറും വെജിറ്റബിൾസ് മാത്രം ഇട്ടിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്, വീട്ടിൽ ഉണ്ടാക്കി നോക്കാനും മറക്കരുത്. പുതിയ റെസിപ്പീസുമായി നമുക്കിനിയും കാണാം. അൻറ്റിൽ കീപ്പ് വാച്ചിങ് മൈ മൂൺസ് കിച്ചൺ. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.